ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, വചനം തിരുവചനം എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈശോ തീർച്ചയായിട്ടും ഈ വചന ശുശ്രൂഷയിലൂടെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ കൃപ നമ്മളിലേക്ക് ചൊരിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് കേൾക്കുന്ന എല്ലാവരിലേക്കും ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ ഒരു വചന ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വചനം, പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരുപാട് ആത്മീയ അനുഗ്രഹങ്ങളുണ്ട്, ആത്മീയ കൃപകളുണ്ട്. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോകുന്നത്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തി, അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ തിരുവചനമാണ്. നമ്മൾ വായിച്ചിട്ടുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. വചനം എങ്ങനെയാണ്? പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. വചനം എങ്ങനെയാണ്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ, പരിശുദ്ധാത്മാവ്, നമുക്ക് മാമോദീസായിലൂടെ കിട്ടിയ പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തിരുന്ന് ചെയ്യുന്ന ഒരു വലിയ ദൈവിക പ്രവൃത്തിയാണ്. ഈശോയുടെ സ്നേഹം അതനുഭവിക്കുവാൻ, എന്നിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കുവാൻ എന്നെ സഹായിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ്. അത് നമ്മൾ 1-2 വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വളരെ ആഴമായ രീതിയിൽ നമുക്കൊന്ന് കാണാനായിട്ട് ശ്രമിക്കാം. ഒരു വചനം, 1 യോഹന്നാൻ 4:10, നമുക്കറിയാവുന്ന വചനം തന്നെയാണ് ഇതെല്ലാം. വചനം എങ്ങനെയാണ്? നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. നമുക്കൊരു സംശയം ഉണ്ടാവാം, സ്നേഹം അത് ഞാൻ ഈശോയെ കുറേ സ്നേഹിക്കുന്നുണ്ട്, അതാണോ? അതോ ഇനി ഈശോ എന്നെ സ്നേഹിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതാണോ? ഏതാണ് ശരിക്കുമുള്ള സ്നേഹം എന്നാണ് ഇവിടെ വചനം ഒരു ക്ലാരിറ്റി നമുക്ക് തരികയാണ്. പക്ഷേ ഒന്ന് മനസ്സിലാക്കണം, ഞാൻ ഈശോയെ സ്നേഹിക്കുന്നുണ്ട് എന്നതല്ല, ശ്രദ്ധിക്കണം, ഞാൻ ഈശോയെ കുറേ സ്നേഹിക്കുന്നുണ്ട് എന്നതല്ല, മറിച്ച് ഇതിൻ്റെ പ്രയോറിറ്റി, ഏറ്റവും ഒന്നാമത്തെ കാര്യം, ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിച്ചു എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ അകത്താണ് സ്നേഹത്തെ ഡിഫൈൻ ചെയ്യുന്നത്. അതാണ് സ്നേഹം എന്നാണ് വചനം പറയുന്നത്. നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, മറിച്ച് ദൈവം, അതായത് ഈശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി മരിച്ചു എന്നതിലാണ് ഞാൻ ഈ സ്നേഹത്തെ മനസ്സിലാക്കുന്നത്. തന്നെയാണ് വചനം, സ്വപുത്രനെ പരിഹാര ബലിയായി നൽകി എന്നതിലാണ് സ്നേഹം. ഇത് തന്നെയാണ് റോമ 5:8 നമ്മൾ വായിക്കുന്നുണ്ട്. റോമാക്കാരുടെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന് 8-ാമത്തെ വചനം, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കി. എന്നുവെച്ചാൽ ഈശോയ്ക്ക് ദൈവത്തിന് എന്നോടുള്ള സ്നേഹം എന്തുമാത്രം ഉണ്ട്? അത് ഈശോയുടെ മരണത്തോളം ഉണ്ട്. ഇനി പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് എന്താണ്? ഈ സ്നേഹത്തെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ എന്നെ അനുഭവിക്കുവാൻ, ഈശോ ഇത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുവാൻ, അത് ഭൗതിക തലത്തിലല്ല, ആത്മാവിൻ്റെ ആഴങ്ങളിൽ ഇത് തിരിച്ചറിയുവാനായിട്ട് എനിക്ക് ശക്തി നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്, ഈശോയുടെ സ്നേഹം. ഇതാണ് സ്നേഹം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് സ്നേഹം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുക. ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഞാൻ അനുഭവിക്കുന്നതിൻ്റെ അളവനുസരിച്ച് ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് എനിക്ക് സ്വാഭാവികമായും ഈശോയോടുള്ള സ്നേഹം തിരിച്ചുണ്ടാവും. ഈശോയോടുള്ള സ്നേഹം എനിക്ക് ഉണ്ടാവേണ്ടത് ഇങ്ങനെയാണ്, എന്നെ ഈശോ ഇത്രമാത്രം സ്നേഹിച്ചു. നമ്മളിപ്പോൾ നമ്മളുടേതായ സൗഹൃദ ബന്ധങ്ങളാണെങ്കിലും അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? എന്നെ എൻ്റെ സുഹൃത്ത് അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഇത്രയും എന്നെ സ്നേഹിച്ചല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുന്നിടത്താണ് വീണ്ടും തിരിച്ചങ്ങോട്ടുള്ള സ്നേഹം ആഴപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ഈശോ എന്നെ എന്തുമാത്രം സ്നേഹിച്ചു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രമാത്രം. ഇനി അടുത്തൊരു വചനം, ഇതിനെക്കാട്ടിലും ആഴമുള്ളൊരു വചനമാണ്. അത് 1 യോഹന്നാൻ 4:10 നമ്മളിപ്പോൾ കണ്ടത്. അതിൻ്റെ 16-ാമത്തെ വചനം അതിങ്ങനെയാണ്. 1 യോഹന്നാൻ 4:16, ബൈബിളുള്ളവർക്ക് വചനം. 1 യോഹന്നാൻ അതിൻ്റെ 4-ാമത്തെ അധ്യായം 16-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവം സ്നേഹമാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. വചനം എങ്ങനെയാണ്? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം ഞാൻ അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ദൈവ സ്നേഹമാണ് എന്ന് വെച്ചാൽ, ഈ യോഹന്നാൻ തൻ്റെ ലേഖനത്തിലും സുവിശേഷത്തിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം ദൈവസ്നേഹമാണ് എന്ന് മാത്രമാണ്.
ഇദ്ദേഹത്തിൻ്റെ ചരിത്രം പറയുമ്പോൾ അവസാന കാലഘട്ടങ്ങളിൽ ഇദ്ദേഹത്തെ കാണാൻ വരുന്നവരോടെല്ലാം ഒറ്റ വാക്കേ ഈ യോഹന്നാൻ സ്ലീഹായ്ക്ക് പറയാനായിട്ടുണ്ടായിരുന്നുള്ളൂ: ദൈവസ്നേഹമാണ്. അതിൻ്റെ അകത്ത് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അദ്ദേഹം കൊടുത്തുകൊണ്ടിരുന്നു. ദൈവസ്നേഹമാണ്. ഇവിടെ യോഹന്നാൻ സ്ലീഹ പറയാണ്, ദൈവത്തിന് എന്നോടുള്ള സ്നേഹത്തെ ഞാൻ അറിയണം. ഒന്നാമത്തെ കാര്യം 1 യോഹന്നാൻ 4:16, ദൈവത്തിന് എന്നോടുള്ള സ്നേഹം നാം അറിയുകയും എൻ്റെ ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയണം. ഒന്ന്, ഈ അറിവ് എനിക്ക് തരുന്നത് ആരാണ്? പരിശുദ്ധാത്മാവ്. അറിഞ്ഞാൽ മാത്രം പോരാ, അതിൽ വിശ്വസിക്കണം. രണ്ടാമത്തെ ഘട്ടമാണ് വിശ്വസിക്കണം. വചനം നമ്മൾ പറയുകയാണ്, ഈശോയുടെ സ്നേഹത്തിൽ ഞാൻ വിശ്വസിക്കണം. കാരണം ദൈവ സ്നേഹമാണ്. വളരെ ആഴമുള്ളൊരു വചനഭാഗമാണ് പ്രിയമുള്ളവരെ. അതായത് നമ്മൾ പറയും ദൈവസ്നേഹമാണ് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കണം, ഞാൻ ഈശോയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, വീണ്ടും ഞാൻ വളരെ തെളിച്ച് പറയുകയാണ്, ഈശോ ദൈവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈശോ എൻ്റെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ഈശോ സ്നേഹമാണെന്ന് ഞാൻ വിശ്വസിച്ചേ മതിയാവൂ. കാരണം ദൈവം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഇനി ഞാനെന്താ വിശ്വസിക്കേണ്ടത്? ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചേ മതിയാവൂ. അതുകൊണ്ടാണ് ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. 1 യോഹന്നാൻ 4:16 അതിനെങ്ങനെയാണ്? ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം നാം അറിയുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം. ദൈവത്തിന് അതിനെ സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യനും ജീവിതത്തിൽ ഒരാരും എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും, എല്ലാവരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആളാണെങ്കിലും ആരും പറയരുത് എന്നെ ആരും സ്നേഹിക്കുന്നില്ല. ഒരു രീതിയിലും എല്ലാവരും തഴയപ്പെട്ട് അവഗണിക്കപ്പെട്ട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിലും ഒരിക്കൽ പറയും, എന്നെ ആരും സ്നേഹിക്കുന്നില്ലെന്ന് പറയരുത്. കാരണം എനിക്ക് വേണ്ടി മരിച്ച് എന്നെ സ്നേഹിക്കുന്ന ഒരു ഈശോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. അതാണ്, നീ ഈശോയെ വിശ്വസിക്കുന്നുണ്ടോ? ഈശോയുടെ സ്നേഹത്തിൽ വിശ്വസിച്ചേ മതിയാവൂ. അത്രയും ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ എനർജി സോഴ്സ് എന്ന് 2 കൊരിന്തോസ് 5:14 2 കൊരിന്തോസ് 5:14 അതിനെടുക്കുക. 2 കൊരിന്തോസ് 5:14 ഈ പൗലോസ് ശ്ലീഹ പറയുന്നൊരു വാക്യമുണ്ട്. 2 കൊരിന്തോസ് 5:14 അതിന് എങ്ങനെയാണ്? ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ, അടുത്ത വചനഭാഗം വളരെ ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. മനുഷ്യൻ്റെ സ്നേഹമല്ല, എനിക്ക് ഈശോയോടുള്ള സ്നേഹമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം, ഈശോ എന്നോട് കാണിക്കുന്ന സ്നേഹം, അത് ഞാൻ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. ഇതാണ് എനിക്ക് ഉത്തേജനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉത്തേജക മരുന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? എനർജി, ഈ അമിതമായ എനർജി, അതാണ് ഉത്തേജകം. നമ്മൾ ചെയ്യുന്നത് ഉത്തേജക മരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുന്നു. സാധാരണയിൽ കൂടുതൽ ഒരു എനർജി, അമിതമായ അളവില്ലാത്ത ഒരു പവർ, പെട്രോൾ എന്നൊക്കെ പറയുന്ന പോലെ ഇത് നമുക്ക് തരുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതത്തിന് ഈ എനർജി തരുന്നത് എന്താണ്? ക്രിസ്തീയ ജീവിതത്തിന് എനർജി തരുന്നത് ഈശോ എന്നെ ഇത്രയും സ്നേഹിച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം മാത്രമാണ്. ഇത്രയും പാപിയായിരുന്ന എന്നെ ഇപ്പോഴും ഇതേ അളവിൽ എന്നെ ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു അവബോധം, അതാണ് ക്രിസ്തീയ ജീവിതത്തിന് ഇങ്ങനെ ചുറ്റുപാടും 4 പാടെ നിന്ന് എതിർപ്പുകളും അവഗണനകളും ഒറ്റപ്പെടുത്തലുകളും സഹനങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴും വെറുതെ ചുമ്മാ ചിരിച്ചുകൊണ്ട്, നാട്ടുകാർ കാണുമ്പോൾ പൊട്ടനാണെന്ന് ചിലപ്പോൾ പറയുമായിരിക്കും, എല്ലാവരും എന്നെ കളിയാക്കുമായിരിക്കും, എങ്കിലും ചുമ്മാ സന്തോഷത്തോടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്നേഹമുള്ളവരെ, ഈശോയുടെ സ്നേഹം മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിയുക എന്നത് മാത്രമാണ്. അതിന് ഈ പഴയ നിയമവചന ഭാഗത്തിലേക്ക് കിടക്കുമ്പോൾ ഒത്തിരി വചനങ്ങളുണ്ട്. മലകൾ കടന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എനിക്ക് നിന്നുള്ള സ്നേഹം അചഞ്ചലമാണ്. ഈശോയുടെ സ്നേഹമാണത്. അല്ലെ, അമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒരുപാട് വചനങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ഇതെല്ലാം എന്താണ്? ഈ സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുക, ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ ആദ്യ പടിയാണ് കേട്ടോ. ഈശോ എന്നെ സ്നേഹിക്കുന്നത് മനസ്സിലാക്കുക എന്നത് ഒരു പടിയാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തെ ഘട്ടമുണ്ട്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, നമുക്ക് വചനഭാഗം എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ പോവുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വചനം. സാക്ഷാൽ ഈശോ തന്നെ പറയാണ്, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചത്. ഈശോ തന്നെ ശിഷ്യന്മാരോട് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് എങ്ങനെയാണ് മക്കളെ, നിങ്ങളെ ഞാൻ സ്നേഹിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം 15:9. യോഹന്നാൻ 15:9 വചനം എങ്ങനെയാണ്? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഞാൻ എങ്ങനെയാണ് നിങ്ങളെ സ്നേഹിച്ചത്? പിതാവിൻ്റെ സ്നേഹം ഞാൻ
അനുഭവിച്ചിട്ടാണ്. ഈശോ പഠിപ്പിക്കുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, മക്കളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് ഞാനൊരു പുതിയ സ്നേഹം ഇങ്ങനെ തരുന്നതല്ല. എനിക്ക് എൻ്റെതായ ഒരു സ്നേഹം ഇല്ല. ഞാൻ തരുന്നത് ഞാൻ പിതാവിൽ നിന്ന് അനുഭവിച്ചൊരു സ്നേഹമാണ്. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ, ആ പോലെക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. ഇനി അടുത്ത ഈ ശിഷ്യന്മാരോടാണ്, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഈശോയുടെ സ്നേഹത്തിൽ ഇനി ഇതിൻ്റെ തന്നെ അടുത്ത വചനം 12-ാമത്തെ വചനം, യോഹന്നാൻ്റെ സുവിശേഷം 5-ാമത്തെ അധ്യായം അതിൻ്റെ 12-ാമത്തെ വചനം. അതിങ്ങനെയാണ് പറയുന്നത്, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ഇത് വളരെ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്നല്ല ഈശോ പറഞ്ഞത്. നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റും. ഈശോ തന്നെ പറയുന്നുണ്ട്, പാപികളെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ഇങ്ങോട്ടൊരാൾ നന്മ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് നന്മ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അത് ഈശോയുടെ കൽപ്പനയുടെ ഭാഗമല്ല, ലോകത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഭാഗമാണത്. എന്നാൽ ഈശോയുടെ കൽപ്പന പ്രകാരമുള്ള സ്നേഹം എന്താണ്? ഈശോയുടെ കൽപ്പന പ്രകാരമുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ ഈശോ വചനമാണ് കൃത്യമായിട്ട് പറയാണ്, ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ, ക്രിസ്തീയമായി എനിക്ക് എൻ്റെ സഹോദരനെ സ്നേഹിക്കണമെന്നുണ്ടെങ്കിൽ ഈശോയുടെ സ്നേഹം ഞാൻ അനുഭവിക്കണം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. നിങ്ങളെങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ ഈ സ്നേഹത്തിൻ്റെ ഒരു ഫ്ലോ ആണ്, ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പിതാവിൽ നിന്ന് പുത്രനിലേക്ക്, പുത്രനിൽ നിന്ന് പരിശുദ്ധാത്മാവ് വഴിയായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ നമ്മൾ കണ്ടത് റോമ 5:5, പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് ചൊരിയപ്പെടുന്നു. പരിശുദ്ധാത്മാവിലൂടെ നിങ്ങളുടെ സ്നേഹം, പിതാവ് ഈശോയെ സ്നേഹിച്ചതുപോലെ ഈശോ പറയാതെ നിങ്ങൾ സ്നേഹിക്കണം. ഈശോയുടെ സ്നേഹം പരിശുദ്ധാത്മാവ് വഴിയായിട്ട് നമ്മളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഞാൻ ചെയ്യേണ്ടത് എന്താണ്? ഈശോയുടെ സ്നേഹം അനുഭവിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. അതിനാൽ ഇങ്ങോട്ടെന്നെ സ്നേഹിച്ചില്ലല്ലോ, ഇങ്ങോട്ടെന്നെ പരിഗണിച്ചില്ലല്ലോ, ഇങ്ങോട്ടെന്നെ അന്വേഷിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അന്വേഷിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വിളിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. കാരണം എന്താണ്? ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് അല്ല സ്നേഹിക്കാൻ ഈശോ പറഞ്ഞത്. ഈശോ എങ്ങനെ സ്നേഹിക്കാനാണ് പറഞ്ഞത്? ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ. ക്രിസ്തീയ സ്നേഹത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അതാണ്. ഈശോയുടെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് കാരണം വേറൊന്നുമല്ല, എനിക്ക് ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല എന്നതാണ്. ഈശോയുടെ സ്നേഹം അനുഭവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം എനർജിയാണ്, ഉത്തേജകം വരുന്നതാണ് അവൻ കഴിച്ചിരിക്കുന്നത്. ഈ സ്നേഹം അവന് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ലോകത്തിൽ ഏതെങ്കിലും തരത്തിൽ ദൈവരാജ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ അവരെല്ലാവരും ഈ സ്നേഹത്തിൽ നിറഞ്ഞു നിന്നിട്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരാണ്. ഈ സ്നേഹം അനുഭവിച്ചിട്ടാണ്. ഈ സ്നേഹം അനുഭവിച്ചവർക്ക് മാത്രമേ അതിശക്തമായ രീതിയിൽ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിനാൽ സ്നേഹം നിറഞ്ഞവരെ, നമുക്ക് ആദ്യം വേണ്ടത് വേറൊന്നുമല്ല, ഈശോയുടെ സ്നേഹം അറിയുക, ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ആ ഒരു അനുഭവ തലത്തിൽ നിന്നുകൊണ്ട് എനിക്ക് പിന്നെ ചുമ്മാ ഇരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ സ്നേഹിക്കും, കാരണം ഈ സ്നേഹം ഫ്ലോ ഒഴുകണം എങ്ങോട്ടേലും. അപ്പോൾ ഈ സ്നേഹം എൻ്റെ സഹോദരങ്ങളിലേക്ക് ഒഴുകും. അപ്പോൾ ഈ സ്നേഹം ഞാനുമായിട്ട് ഇടപെടുന്നവരിലേക്ക്, ഈ ദൈവത്തിൻ്റെ സ്നേഹമാണ് കേട്ടോ, എൻ്റെ സ്നേഹമല്ല. നമുക്ക് വരുന്ന പ്രശ്നം എന്താണ്? നമ്മൾക്ക് സങ്കടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫോൺ എടുത്തിട്ട് കൂട്ടുകാരോ അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരോ നമ്മൾ വിളിച്ചിട്ട് നമ്മൾ സങ്കടങ്ങൾ പറയുകയാണ്, ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പറയുന്നത് എന്താണ്? ഒരല്പം സ്നേഹം എനിക്ക് താ, എനിക്ക് വിഷമമുണ്ട്, എനിക്ക് സ്നേഹമില്ല, ഒരല്പം സ്നേഹം താ എന്ന് പറയാണ്. സ്നേഹമുള്ളവർ ഒരു കാര്യം മനസ്സിലാക്കണം, മനുഷ്യർക്ക് ഒരിക്കലും എൻ്റെ ഈ സ്നേഹത്തെ തൃപ്തിപ്പെടുത്താൻ, സ്നേഹത്തിനോടുള്ള ദാഹത്തെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്കൊരു ഫാക്ടറി, സ്നേഹം ഇങ്ങനെ പുറപ്പെടുവിക്കുന്ന ഒരു ഫാക്ടറി ആകാൻ മനുഷ്യന് പറ്റില്ല. കാരണം ഈശോ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിങ്ങനെ കിട്ടുന്നതേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടുന്ന സ്നേഹത്തെ മാത്രമേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എനിക്കിത് കിട്ടണം, കിട്ടിയാലേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അതിനാൽ നമുക്ക് ഈ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് നിറയാനായിട്ട് ശ്രമിക്കാം. ഈ നിറയുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഈ സ്നേഹത്തെ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കുക, ഇങ്ങനെ ഈശോയുടെ സ്നേഹം നോക്കി, എൻ്റെ വീട്ടിൽ മുഴുവനും എനിക്ക് സഹനങ്ങളാണ്, മുഴുവൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ ഈശോ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നേ? മുഴുവനും പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ്. എന്നിട്ട് ഇതാ സുവിശേഷത്തിൽ പറയുന്നു ദൈവം സ്നേഹിക്കുന്നു. അപ്പോൾ എങ്ങനെ ഇതിന് മനസ്സിലാക്കാൻ പറ്റും? ഞങ്ങളവരെ ഈ പ്രതികൂലങ്ങൾ നമ്മൾ തിരിച്ച് മനസ്സിലാക്കണം. ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണ്
ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ കൃത്യമായ അടയാളം വിശുദ്ധ അൽഫോൻസാമ്മ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിട്ടുണ്ട്. അതായത് വചന കുരിശുകൾ തന്നാണ് ഈശോ നമ്മളെ സ്നേഹിക്കുക. വിശുദ്ധർക്ക് ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തി കിട്ടിയത് ഇങ്ങനെയാണ്. കുരിശുകൾ തന്നാണ് ഈശോ നമ്മളെ സ്നേഹിക്കുന്നത്. കൂടുതൽ സ്നേഹമുള്ളവർക്ക് കൂടുതൽ കുരിശുകളുടെ സങ്കടങ്ങൾ നൽകുന്നു. അങ്ങനെയാണ്. അത് ഈ സ്നേഹത്തെ ക്രിസ്തീയമായി വ്യാഖ്യാനിക്കുന്ന ഒരു ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം സഹനങ്ങൾ വരുമ്പോൾ അവൻ പറയും, ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഈശോ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. ഓരോ വ്യക്തികളിലൂടെ സഹനങ്ങൾ വരുമ്പോഴും ഈശോ എന്നെ ശപിക്കുന്നതോ ഈശോ എന്നെ സ്നേഹിക്കാത്തതോ ഈശോ എൻ്റെ കൂടെ ഇല്ലാത്തതല്ല, ഈശോ എന്നെ അളവില്ലാത്ത വിധം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണെന്ത്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ ഈ പരിശുദ്ധാത്മാവ് വേണം. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം, അതുകൊണ്ടാണ് വചനം അങ്ങനെ പറയുന്നത് കേട്ടോ. ക്രിസ്തുവിൻ്റെ സ്നേഹം ചുമ്മാതെയല്ല, അത് പരിശുദ്ധാത്മാവിലൂടെ നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. ഈ പ്രതിസന്ധികൾക്കിടയിൽ, സഹനങ്ങൾക്കിടയിൽ സ്നേഹം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ, അതാണ് സ്നേഹത്തിൻ്റെ പാരമ്യം എന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവ് ഉണ്ടാലേ പറ്റുള്ളൂ. അതാണ് ഈ റോമ 5:5 അർത്ഥം. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഒരു വചനം കൂടെ ഇതിന് ആധാരമായി നമുക്ക് കാണാം. റോമ 8:35. റോമാക്കാരുടെ ലേഖനം 8-ാമത്തെ അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം. നമുക്ക് വചനം എടുക്കാം. റോമ 8:35. വചനം ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചു വായിക്കണം വചനം. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? എന്നിട്ട് പറയുന്നത് എന്താണ്? ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണി. ആരാ പറയുന്നത്? പൗലോസ്ലീഹ പറയാണ്. പീഡനം ഉണ്ടാവും, ക്ലേശം ഉണ്ടാവും, ആപത്തുണ്ടാവും, നഗ്നത ഉണ്ടാവും, പട്ടിണി ഉണ്ടാവും, വാളുണ്ടാവും. ഇതൊന്നും ഈശോ സ്നേഹിക്കുന്നില്ലാത്തതിൻ്റെ അടയാളമല്ല. ഇതൊന്നും ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനും പറ്റില്ല. പൗലോസ്ലീഹ സാക്ഷാൽ തിരുവചനത്തിലൂടെ ആത്മാവിനെ പ്രേരിതനായി എഴുതുകയാണ്. ഇതെല്ലാം ഈ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. ഇതെല്ലാം ഈശോ സ്നേഹിക്കുന്നില്ലാത്തതിൻ്റെ അടയാളമല്ല, ഈശോ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ്. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ നമ്മെ സ്നേഹിച്ച 35-ാമത്തെ വചനമാണ് നമ്മൾ കണ്ടത്. 37-ാമത്തെ വചനം, നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. എന്തിലെല്ലാം? ആപത്ത്, പട്ടിണി, നഗ്നത, വാൾ. എന്ന് വെച്ചാൽ ഈ സഹനങ്ങൾക്കിടയിൽ, ഈ പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ വിജയം വരിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തീയമായ വിജയം വരിക്കുന്നത് എങ്ങനെയാണ്? അതും വചനം എങ്ങനെയാണ്? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം. ഞാൻ ഇതിൽ നിന്നല്ല, ചെറിയ വിജയമല്ല, പൂർണ്ണ വിജയം. എല്ലാ ആപത്തുകളിൽ നിന്നും, എല്ലാ പട്ടിണികളിൽ നിന്നും, എല്ലാ നഗ്നതയിൽ നിന്നും, എല്ലാ വാളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും, എല്ലാ നിരാശയിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, അപകർഷതാബോധത്തിൽ നിന്നും, അവഗണനകളിൽ നിന്നും നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം എനിക്ക് വിജയം വരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എനിക്ക് ഈ സഹനങ്ങളെ അതിജീവിക്കുന്നത് ഈ സ്നേഹിച്ചവനെ കുറിച്ചുള്ള തിരിച്ചറിവാണ്. എന്നെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്നുള്ള അവബോധത്തിൽ നിന്നുകൊണ്ടാണ് എനിക്ക് എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്, അതാണ് വചനം. യോഹന്നാൻ്റെ സുവിശേഷം 3, നമുക്കെല്ലാം പരിചയമുള്ള വചനങ്ങളാണ് ഇതെല്ലാം. യോഹന്നാൻ 3:16 വചനം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-ാമത്തെ വചനം. വചനം എങ്ങനെയാണ്? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം എന്നെ എത്രമാത്രം സ്നേഹിച്ചു എന്നാണ് പറയുന്നത്? പിതാവ് സ്വപുത്രനെ നൽകാൻ തക്കവിധം. നമ്മളതിന് ഒരുപാട് കേട്ടിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ശരിക്കുള്ള അതിൻ്റെ അർത്ഥങ്ങളിലേക്ക് പോകാൻ നമുക്കൊരു തടസ്സം വരാം. വചനം വളരെ കൃത്യമായിട്ട് പറയാണ്, അവനിൽ വിശ്വസിക്കുന്ന ഒരുവരും നശിച്ചു പോകാതിരിക്കുമെന്ന് തൻ്റെ ഏകജാതൻ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം എന്നെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈശോ പിതാവ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. പിതാവ് പുതിയ നിയമത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഇടങ്ങളിൽ ഈശോയെ വിളിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ പ്രിയപുത്രൻ. ഇതാ എൻ്റെ പ്രിയപുത്രൻ. തവർമലിൽ എൻ്റെ പ്രിയപുത്രൻ. ജ്ഞാനസ്നാനവേളയിൽ ഇതെൻ്റെ പ്രിയപുത്രൻ, എൻ്റെ പ്രിയപുത്രൻ. നമ്മൾ സീറോ മലബാർ ക്രമത്തിൽ വിശുദ്ധ കുർബാനയുടെ കുദാശവചനത്തിലേക്ക് പറയുന്നത് തൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുദാശവചനത്തിലേക്ക് കടക്കുന്നത്. പ്രിയപുത്രൻ, പിതാവ് ഈശോയെ പ്രിയപുത്രൻ
എന്ന് പറഞ്ഞ് വിളിക്കുക. അത്രയും പ്രിയപ്പെട്ടവൻ, പ്രിയപുത്രനായ ഈ പിതാവ് ഈശോയെ എന്ത് ചെയ്യുന്നു? എനിക്ക് വേണ്ടിയിട്ട് കൊല്ലാൻ, എനിക്ക് വേണ്ടിയിട്ട് മരണത്തിന് ഈശോയെ വിട്ടുകൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഇതാണ് എനിക്ക് നിന്നോടുള്ള സ്നേഹം. എന്തിനു വേണ്ടിയിട്ട്? നീ നശിക്കാതിരിക്കാൻ, നീ പാപത്തിൽ പോകാതിരിക്കാൻ, നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ സ്വന്തം പുത്രനെ ഞാൻ നിനക്ക് പരിഹാരമായി കുരിശിലേക്ക് തരികയാണ്. എന്നിട്ട് പറയാണ്, മക്കളെ, ഇതാണ് സ്നേഹം. മറ്റൊരു വാക്യത്തിൽ പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. പിതാവിന് ഈശോയെയും എന്നെയും വെച്ച് ഇങ്ങനെ താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ, പിതാവിന് ഈശോയും എന്നെയും വെച്ച് താരതമ്യപ്പെടുത്തി നോക്കിയപ്പോൾ ഈശോയെക്കാട്ടിലും വലുത് ഈശോയെ കൊലയ്ക്ക് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? ഞാൻ നശിക്കാതിരിക്കാൻ. എൻ്റെ ആത്മാവിന് പിതാവിട്ട വില എന്ന് പറയുന്നത് സ്വന്തം പ്രിയപുത്രൻ്റെ ചോരയുടെ വിലയാണ്. ഈ സ്നേഹമാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഈശോ, പ്രിയപുത്രൻ, ഈ പരിശുദ്ധ ട്രിനിറ്റിയൊക്കെ സഭ വ്യാഖ്യാനിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇതിൻ്റെ അകത്ത് ഇവർ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹമാണ് ഇതിൻ്റെ അകത്തെ ചാലകശക്തി. ഇത്രയും സ്നേഹത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഇവർ ഈ സ്നേഹ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? പിതാവ് ഈശോയോടുള്ള ബന്ധം, ഈശോയെ മരണത്തിന് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ, എൻ്റെ ആത്മാവ് രക്ഷിക്കപ്പെടാൻ. ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്ന ക്ഷണത്തിൽ, ഈ സ്നേഹം ഞാൻ തിരിച്ചറിയുന്ന ക്ഷണത്തിൽ പിന്നീട് എനിക്ക് സങ്കടപ്പെടാൻ, നിരാശപ്പെടാൻ, ദുഃഖിക്കാൻ, വിഷമിക്കാനായിട്ട് യാതൊരു അവകാശമില്ല. ഈ സ്നേഹം ഞാൻ മനസ്സിലാക്കണം. ഈ സ്നേഹം ഉണ്ടെങ്കിൽ, ഇത്രയും സ്നേഹം ഉണ്ടെങ്കിൽ പിന്നീട് ഒരു സഹനത്തിനും, ഒരു പ്രതികൂലത്തിനും, ഒരു വിഷമത്തിനും എന്നെ നിരാശപ്പെടുത്താനോ, സങ്കടപ്പെടുത്താനോ, ഇല്ലായ്മ ചെയ്യാനോ, ദുഃഖിക്കാനോ അവകാശമില്ല. ഞാൻ കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കാനായിട്ട്, ഹാപ്പിയായിട്ട് ജീവിക്കാനായിട്ട് ഈ സ്നേഹം എനിക്ക് ശക്തി നൽകുന്നു. ഇതിനെ സ്നേഹം എന്ന് പറഞ്ഞവരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം, ക്രിസ്തീയ ജീവിതത്തിന് എനർജി സോഴ്സ്, ഉത്തേജക മരുന്ന് ഈശോയുടെ സ്നേഹമാണ്. ലോകത്തിൻ്റെ സ്നേഹത്തിന് ഒരിക്കലും എന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. ഒരു വ്യക്തി തരുന്ന സ്നേഹത്തിന് താൽക്കാലിക സന്തോഷമാണ്. എന്നെ തൃപ്തിപ്പെടുത്താൻ ഈ ലോകത്തിൻ്റെ സ്നേഹം തേടിപ്പോ നമുക്ക് നിരാശ, സങ്കടക്കനും ആദ്യം നമ്മൾ ലോകത്തിന് നിർത്തുക. അകത്തേക്ക് കയറണം, കുർബാനയുടെ അടുത്തേക്ക് വരണം. കുർബാനയിൽ നിന്ന് കിട്ടുന്ന ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെ അനുഭവിക്കാനായിട്ട് പറ്റണം. അവിടെ നിന്ന് എൻ്റെ എനർജി, എനിക്ക് കിട്ടുന്ന ശക്തി എന്ന് പറയുന്നത് ഈ സ്നേഹമാണ്. അതേ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ ഘനീഭവിച്ച് ഇങ്ങനെ പദാർത്ഥമായി മാറിയിരിക്കുന്നതാണ് കുർബാന. അതിങ്ങനെ എൻ്റെ അകത്തേക്ക് വന്നിട്ട് ഇതിപ്പരം ആനന്ദിക്കാൻ, ഇതിപ്പരം സന്തോഷിക്കാൻ, ഇതിപ്പരം ജീവിതത്തിൽ ആനന്ദത്തിൻ്റെ നിർവൃതി ജീവിക്കാനായിട്ടുള്ള വേറെ ഒരു ജീവിത സാഹചര്യം ഇല്ല. ഇത്രയും ഈശോയുടെ കുർബാന അതെൻ്റെ അകത്തുണ്ട്. ഇനി സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ ജീവിതം നമുക്ക് നൽകുന്നത്. സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തുള്ള സ്നേഹം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക, മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. പക്ഷേ ഈശോ, നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. നമ്മുടെ കുടുംബമാണ്, നമ്മൾ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളും ഇപ്പോൾ വീടിൻ്റെ അകത്തായിരുന്നത് കൊണ്ടും മറ്റ് പല സ്ഥലങ്ങളിലായിരുന്നുകൊണ്ടായിരിക്കും നാം ഇത് കേൾക്കുന്നത്. എങ്ങനെ എന്തുമാത്രം നിരാശയിലോ, ദുഃഖത്തിലോ, ആത്മഹത്യാ ചിന്തയിലോ, വല്ലാത്ത രീതിയിലുള്ള മാനസിക ഏകാന്തതയിലോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്നറിയില്ലാതെ സംഘർഷപൂരിതമായ ഒരു കുടുംബാന്തരീക്ഷമായിരിക്കും ചിലപ്പോൾ നിൻ്റേത്. ആരും നിന്നെ മനസ്സിലാക്കാനോ ആരും സ്നേഹിക്കാനോ ഇല്ലാത്ത, തളർന്ന് കരഞ്ഞ് ഉറക്കമില്ലാത്ത രാത്രികളുള്ളൊരു ജീവിത വഴികളിലൂടെ ആയിരിക്കാം നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഇന്നത്തെ വചനത്തിലൂടെ ഈശോ നമ്മളെ ഉറപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, സ്നേഹമുള്ള മകനെ, മകളെ, ഈശോ അളവില്ലാത്ത വിധത്തിൽ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. ഈ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ തിരിച്ചറിവായിരിക്കണം നിനക്ക് സന്തോഷിക്കാനായിട്ടുള്ള ഏക കാരണം. ഈ സന്തോഷം നിനക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, ഇങ്ങോട്ട് എൻ്റെ ഭർത്താവ് ഉപദ്രവിച്ചാലും, ഇങ്ങോട്ട് എൻ്റെ മക്കളെ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിലും എനിക്ക് അങ്ങോട്ട് വെറുതെ സ്നേഹിക്കാനായിട്ടുള്ള ശക്തി ഈശോ തരും. തീർച്ചയായിട്ടും ഈ സ്നേഹമുള്ളൊരു ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.